അധ്യായത്തിന്റെ 10 മുതൽ ആരെങ്കിലും ഒരാൾ ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കുന്ന വളരെ നല്ലതാണ്. ഒന്ന് വായിച്ചു എടുത്തവർ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. അടുത്ത വാക്യം ഒരു നല്ല ഹല്ലേലൂയ പറയണം. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എത്ര പേർക്ക് ഈ രാത്രി ഉറക്കെ പറയാൻ കഴിയും? പ്രതിസന്ധികൾ വർദ്ധിച്ചു. എന്റെ ജീവിതത്തിന്റെ നേരെ വലിയ പരിശോധനകൾ വന്നു. ഹല്ലേലൂയ. വെള്ളി ഊതിക്കരിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കരിച്ചു. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരമെടുത്തു വെച്ചു. ഞങ്ങളെ തീയിലൂടെ വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും എത്ര പേര് രാത്രി പറയും? എങ്കിലും 2022 ദൈവപൈതലെ 99ാമത്തെ കൺവെൻഷനിൽ കരമുയർത്തി പറ എങ്കിലും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് ദൈവത്തെ സ്തുതിച്ച് എങ്കിലും ഹല്ലേലൂയ. മുഴുവൻ എനിക്ക് പ്രതികൂലമായിരുന്നിട്ടും, മുഴുവൻ എനിക്ക് പ്രതിസന്ധി ആയിരുന്നിട്ടും, ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടും എങ്കിലും എന്റെ ദൈവം ഹല്ലേലൂയ. ഏറ്റവും വലിയ പരിശോധനയെ നേരിട്ടത് ഇയ്യോബല്ല, അബ്രഹാമല്ല, യോസഫല്ല, ദാവീദല്ല. ഏറ്റവും വലിയ പരിശോധന നേരിട്ടത് നമ്മുടെ ആരാധ്യനായ വാഴ്ത്തപ്പെട്ട കർത്താവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ കർത്താവ് നേരിട്ടതുപോലെ പരിശോധനകളെ ഈ ഉലകത്തിലാരും നേരിട്ടിട്ടില്ല. ഹല്ലേലൂയ. അത്ര വലിയ പരിശോധനയെ കർത്താവ് നേരിട്ടു. അതിന്റെ അന്ത്യമാണ് കാൽവറിയിലെ ജയം. ഇവിടെ പരിശോധനയുണ്ടെങ്കിൽ, ഇവിടെ മുതുകത്ത് ഭാരമുണ്ടെങ്കിൽ, ഇവിടെ വലയിൽ അകപ്പെടുത്തിയെങ്കിൽ, ഇവിടെ തീയിൽ കൂടെ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വന്നെങ്കിൽ, ഇവിടെ വെള്ളി ഊതിക്കരിക്കുന്നവർ ഊതിക്കരിച്ചെങ്കിൽ, അതിനപ്പുറത്ത് ദൈവത്തിന്റെ പൈതലേ നിനക്ക് ജയം നൽകുന്ന ഒരിടമുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മത്തായി 4, ലൂക്കോസ് 4, മർക്കോസ് 1 ഇവിടെ എല്ലാം വായിക്കുമ്പോൾ പിശാച് യേശുവിനെ നിർബന്ധിച്ചു. ഒരു ശക്തമായ പരിശോധനയ്ക്കായി സ്നാനം കഴിഞ്ഞപ്പോൾ യേശുവിനെ നിർബന്ധിക്കുകയാ. ശിവ സാറേ, ആരെങ്കിലും 1-2 വാക്യങ്ങളൊന്ന് വായിക്കണം വേഗത്തില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അതിന്റെ മുകളത്തെ വാക്യം വായിച്ചു. അടുത്ത വാക്യം. അടുത്ത വാക്യം 4-ാമത്തെ ലൂക്കോസ് 4 വായിച്ചു. ലൂക്കോസ് 4 മൈക്ക് കൂടെ വായിച്ചു. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് മൈക്ക് കിട്ടി. വായിച്ചു. മൈക്ക് കൊടുത്തത്. അടുത്ത വാക്യം. പിന്നെ പിശാച് അവനെ
മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഒന്ന് ശ്രദ്ധിക്കണേ, മത്തായി പറയുന്നത് ഉയർന്നൊരു മലയെ കൊണ്ടുപോയെന്ന. പക്ഷെ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് സൂക്ഷ്മമായി പഠിച്ചിട്ട് എഴുതിയേക്കുന്ന ആ സുവിശേഷത്തിൽ വൈദ്യനായ ലൂക്കോസ് പറയുകയാണ്, മേപ്പോട്ട്. എൻ്റെ ചിന്ത വായുമണ്ഡലത്തിന് മേളിൽ കൊണ്ടുപോയി കാണും. പ്രീസലോ, ഭൂലോകം മൊത്തം കാണിക്കണമെങ്കിൽ മലയുടെ മണ്ടയ്ക്ക് പോയി കാണാൻ ഒക്കത്തില്ലല്ലോ. പ്രീസലോ, മേപ്പോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഈ കാണുന്ന ലോകത്തെ മുഴുവൻ കാണിച്ചു. ഇതെല്ലാം നിനക്ക് തരാം. ഒന്ന് വായിച്ച ദേവദാസനെ. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. അടുത്ത വാക്യം, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എന്നിലേൽപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം നോക്കി, അവൻ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ മറക്കല്ലേ. ആർക്കേലും ഒക്കെ ഇത് ഇച്ചിരി കൂടുതലുണ്ടെ ഓർത്തോണം, അവന് മനസ്സുള്ളവനും കൊടുത്തേക്കുന്ന, ദൈവം കൊടുത്തൊന്നുമല്ല. സ്തോത്രം. അവൻ പറയുകയാണ്, എനിക്ക് മനസ്സുള്ളോന് ഞാനത് കൊടുക്കുന്നു, നിനക്ക് തരാം. ഈസി വഴി, എളുപ്പ വഴി, ഒന്ന് നമസ്കരിച്ചാ മതി. പ്രൈസ് ദി ലോർഡ്. പരീക്ഷകനടുത്തു വന്ന് നമുക്ക് ലഭിക്കേണ്ട നിത്യരക്ഷയെ തകർക്കാൻ, നമുക്ക് ലഭിക്കേണ്ട നിത്യജീവനെ തകർക്കാൻ, നമുക്ക് ലഭിക്കേണ്ട നിത്യസ്വർഗത്തെ തകർക്കാൻ, നമുക്ക് ലഭിക്കേണ്ട ദിവ്യ സമാധാനത്തെ തകർക്കാൻ, നമുക്ക് ലഭിക്കേണ്ട സ്വർഗീയ സന്തോഷത്തെ തകർക്കാൻ പുത്രൻ തമ്പുരാൻ അടുക്ക വന്ന് പറയുകയാണ്, നീ ഒന്ന് നമസ്കരിച്ചാ മതി, ഇതെല്ലാം നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ആരാധനയെ പോലും അപകരിച്ചെടുത്തിട്ട് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ ചോർത്തിക്കളയുവാൻ പോരാടി നിൽക്കുന്ന പൈശാചിക പരീക്ഷാ മണ്ഡലങ്ങളെ ജയിക്കാൻ ദൈവത്തിന്റെ പൈതലെ, വിശ്വാസത്തിന്റെ പരിശോധനയിൽ നീ പതറാതെ ജയിച്ചവനായി മാറണം. ശ്രദ്ധിക്കണേ, അപ്രതീക്ഷിതമായൊരു സമയത്ത് വയലിൽ നിന്ന് കയറി വരുന്ന ശീമോൻ, കുറേനക്കാരൻ, ആഫ്രിക്കക്കാരൻ, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവൻ വന്നതേയല്ല. പക്ഷെ അവൻ വരുന്നത് അബദ്ധവശാലോ ദൈവ നിയോഗമോ, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആ വലിയ ജാതിയിലേക്ക് വന്ന് കയറുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ക്രൂശീകരണത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം, ബറബ്ബാസ് എന്ന് പറയുന്ന കൊള്ളത്തലവനായ ദുഷ്പ്രവർത്തിക്കാരുടെ ലീഡറിനെ വെറുതെ വിടുന്നു. 2, ഈ കുറേനക്കാരനായ ശീമോൻ വിടുവിക്കപ്പെടുന്നു. 3, ക്രൂശിലെ കള്ളന് പറുദീസ ലഭിക്കുന്നു. ബറബ്ബാസിന്റെ സംഘത്തിലെ ശക്തനായ 2 ലീഡേഴ്സ് ആയിരുന്നു യേശുവിന്റെ ഇടത്തും വലത്തും ക്രൂശിക്കപ്പെട്ട 2 പെരുങ്കള്ളന്മാർ. പ്രൈസ് ദി ലോർഡ്. ഈ ക്രൂശുമായി മുൻപോട്ട് പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ മരുഭൂമിയിലെ പരീക്ഷയല്ല, ഏറ്റവും വലിയ പരീക്ഷ ഗെത്സമനിലെ പരീക്ഷയാ. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ നിലത്ത് കവണു വീണ് മുഴങ്കാലി കിടന്ന് ചങ്കു പൊട്ടിക്കരയുമ്പോൾ, അകത്തെ രക്തധമനികൾ പൊട്ടി രക്തമൊഴുകുമ്പോൾ, പുത്രന്റെ പ്രാർത്ഥനയിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുവാൻ, അവന്റെ ക്രൂശ് മരണത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുവാൻ, അവന്റെ ഐഹിക ജീവിത കാലത്ത് അവനെ ക്രൂശിലേക്ക് നടത്താതെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് പെടഞ്ഞ് മരിക്കുവാൻ പിശാച് സകല പദ്ധതി ഒരുക്കി. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമേ ഒരു ദൂത് ഞാൻ പറയാം. നിന്നെ കുറിച്ചുള്ള ദൈവ നിർണയത്തിന്റെ പൂർണ്ണതയിൽ നീ എത്താതിരിക്കുവാൻ, അത് എത്തുന്നതിന് തൊട്ട് മുമ്പേ നിന്റെ സമർപ്പണവും നിന്റെ തീരുമാനവും നശിപ്പിച്ചു കളഞ്ഞിട്ട് നിന്നെ മറ്റൊരു തലത്തിൽ വെച്ച് വേരോടെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതിയിട്ടപ്പോൾ എങ്ങനെ പരീക്ഷ ജയിക്കാൻ കഴിയും? നിങ്ങൾ കേട്ടോ, വചനം കൊണ്ട് പോരാ. അവൻ മരുഭൂമിയിൽ വചനം കൊണ്ട് പിശാചിനെ ജയിച്ചെങ്കിൽ ഗെത്സമനയിൽ ഉറച്ച നിലവിളിയോടും
ബാക്കി നിങ്ങൾ പറ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം മാത്രം പോരാ, വചനം മാത്രം പോരാ. നിനക്കെതിരെ ഉയർത്തുന്ന പൈശാചിക പോരുകളെ, പരീക്ഷകളെ ജയിക്കാൻ ഉറച്ച നിലവിളി, ഉറച്ച നിലവിളി. ഈ രാത്രി കരയുന്നവരൊക്കെ ഒന്ന് കരമടിച്ചോ, പ്രാർത്ഥിക്കുന്നവർ നിലവിളിച്ചോ. ഹല്ലേലൂയ. ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ വചനം കൊണ്ട് വെട്ടിയെന്നല്ല, അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അപയാചന കഴിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചേ, പുത്രനെങ്കിലും. നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട വാക്യാണ്. അതിന് ലോക്കൽ പാസ്റ്റർ ആയാലും സെൻട്രൽ പാസ്റ്റർ ആയാലും ഡിപ്പാർട്ട്മെന്റ് പാസ്റ്റർ ആയാലും സ്റ്റേറ്റ് പാസ്റ്റർ ആയാലും അഖിലേന്ത്യാ പാസ്റ്റർ ആയാലും വേൾഡ് പാസ്റ്റർ ആയാലും യേശുവിനെക്കാട്ടി വലിയതാരുമില്ല. യേശു പുത്രനായിരുന്നിട്ടും ഹലോ പരീക്ഷയെ ജയിക്കാൻ നെടുമ്പാട് വീണ് ഉറച്ച നിലവിളിയോട് കരയേണ്ടി വന്നെങ്കിൽ ഈ 99ാമത്തെ കൺവെൻഷനിൽ ഈ 2ാമത്തെ രാത്രി സമാപന സന്ദേശം ഞാൻ പറയട്ടെ. നീ അഭിമുഖീകരിക്കുന്ന പോരിനെ ജയിക്കാൻ ഇന്ന് രാത്രി പൊത്തുവരുത്തമായ ഒരു പ്രാർത്ഥന പോരാ, ഒരു സാധാരണ ഉപവാസം പോരാ, ഒരു സാധാരണ നിലവിളി പോരാ. എത്ര പേര് ഇന്ന് രാത്രി ഉറച്ച നിലവിളിയോടെ കരയാൻ തയ്യാറുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളുടെ മുമ്പിൽ നിനക്ക് ജയം പ്രാപിക്കാൻ 2 വഴിയില്ല, ഒരു വഴിയേ ഉള്ളൂ. നിന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണ് നീ കരയാൻ തയ്യാറായാൽ ഏത് ശക്തനും ഏത് മിടുക്കനും പരീക്ഷ വന്നാൽ നിരാശപ്പെട്ടു പോകും. ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ ഏലിയാവ് ഒരു പെണ്ണുമ്പിള്ള എങ്ങാണ്ടിരുന്നുകൊണ്ട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുമ്പേ നിന്റെ തലയാൻ പറ്റുമെന്ന്. സ്തോത്രം. ഇത് കേട്ട് ഈ മനുഷ്യൻ 3.5 വർഷം ആകാശം അടച്ചവൻ, പ്രാർത്ഥിച്ച് തീ ഇറക്കിയവൻ, പ്രാർത്ഥിച്ച് മഴ പെയ്യിച്ചവൻ, പ്രാർത്ഥിച്ച് ഒരു കൊച്ചിനെ ജീവിപ്പിച്ചവൻ, പ്രാർത്ഥിച്ചൊരു വീട്ടിലെ ഭരണിയിലെ ഉറവ 3.5 വർഷം തുറന്നവൻ, എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തവൻ, പ്രാർത്ഥിച്ച് രഥത്തിന്റെ മുന്നിൽ കുതിരയെക്കാട്ടി വേഗത്തിൽ ഓടിയവൻ ഇപ്പം പോയി ചൂരച്ചയുടെ കീഴേ കിടക്കുകയാണ്. ഞാൻ എല്ലാവരെക്കാളും അത്ര നല്ലവനൊന്നുമല്ല, അതുകൊണ്ട് എന്നെ അങ്ങ് എടുത്തോണം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവൻ കണ്ണുനീരോടെ കിടക്കുക. നോക്കിയേ, ഏത് ശക്തനും ചില പരീക്ഷയുടെ മുമ്പിൽ പതറിപ്പോകും. ഇന്ന് രാത്രി പതറിപ്പോകുന്ന നിന്നെ അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ തട്ടി ഉണർത്തി ഈ 2 ദിവസമായിട്ട് ആത്മാവ് ദൂത് തന്നുകൊണ്ടിരിക്കുകയാ. കനലിന്മേ ചുട്ട നല്ല അടയും നല്ല ആത്മീയ ഭോജനം തരുന്നത് നിന്നെ ഒന്ന് ഉണർത്താനാ. നിനക്കിനി ദൂരയാത്ര ചെയ്യാനുണ്ട്, ഇനിയും ചില അഭിഷേകം ചെയ്യാനുണ്ട്, ഇനിയും ചില ശുശ്രൂഷ മുമ്പിലുണ്ട്, ഇനിയും ചില പോരുകളെ വെട്ടാനുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില വെല്ലുവിളികളെ ജയിക്കുവാൻ ദൈവത്തിന്റെ കരുത്ത് ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച്, അപ്രതീക്ഷിത യാത്രയിൽ ഈ മനുഷ്യൻ വരുമ്പോൾ അവനൊരു പെട്ടെന്നൊരു പരീക്ഷ, ക്രൂശ് ചുമക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, ക്രൂശ് ചുമക്കാനോ? ഒരിക്കലും ചെയ്യത്തില്ല. ക്രൂശിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാ. ഈ ശാപഗ്രസ്തമായ ക്രൂശ് ഞാൻ എടുക്കത്തില്ല. റോമൻ പട്ടാളക്കാരനായ അധികായന്മാരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാർ ഉയർന്നു പൊങ്ങി. അവരുടെ ബലിഷ്ഠമായ കരങ്ങളിലെ തീ ജ്വലിക്കുന്ന കണ്ണുകളിലെ ആക്രോശത്തിന് മുമ്പിൽ ആ സാധുവായ മനുഷ്യൻ ഞെട്ടി ക്രൂശിന്റെ അറ്റത്ത് കയറി പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അതവന്റെ തോളിലേക്ക് വെച്ചു. അവന്റെ തോളിലേക്ക് വെച്ചപ്പോൾ യേശു പറഞ്ഞു കാണും, ശീമോനെ, ഞാൻ ഒത്തിരി പേരെ പ്രതീക്ഷിച്ചടാ. ഈ പരീക്ഷയിൽ എന്നെ ഒന്ന് കൈത്താങ്ങൽ തരാൻ ആരെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ചു.
ഞാൻ കഴിഞ്ഞ ആഴ്ച കൈ വരണ്ട ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയായിരുന്നു. അവൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു. 40 വർഷം കണ്ണ് കാണാത്തൊരു മനുഷ്യന് കാഴ്ച കൊടുത്തായിരുന്നു. അവൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു. 38 വർഷം കുളക്കരെ കിടന്നവൻ എഴുന്നേറ്റപ്പോളെ കിടക്കയും കൊണ്ടാണ് പോയത്. അവൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ വന്നില്ല. 18 വർഷം കൂനി എന്ന അമ്മാമ്മ വരുമെന്ന് ഞാൻ വിചാരിച്ചു. 12 വർഷം രക്തസ്രാവക്കാരിയായ അവൾ വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ച ആരും വന്നില്ല. ഒന്നും വേണ്ട, 3.5 വർഷം കൂടാണെന്ന് അമ്മമാർ വരുമെന്ന് വിചാരിച്ചു. അവരും വന്നില്ല. ഈ പ്രതിസന്ധിയിൽ ആരുമില്ലാതിരിക്കുമ്പോൾ നീ വന്നല്ലോ മോനെ. പകുതി ദൂരം കഴിഞ്ഞടാ. ഗദസമനയെ ഞാൻ ജയിച്ചടാ, ഗബദായെയും ജയിച്ചു. ഇനി ഗാഗുൽത്തായിലെത്താൻ ഒരല്പസമയം കൂടെ ഉള്ളൂ. നീ ആകെ എൻ്റെ പുറകെ ഒരല്പം കൂടെ ചുമന്നാ മതി. നീ ഒരല്പം കൂടെ ചുമന്നാൽ ഞാൻ ഗാഗുൽത്തായിലെത്തും. ഗാഗുൽത്തായിലെത്തുന്നത് വരെ നീ താങ്ങിയാ മതി. അത് കഴിഞ്ഞ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ താങ്ങിക്കോളാം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ക്രൂശ് നീ എടുക്കാൻ തയ്യാറായാൽ, ഒരല്പ നിമിഷത്തേക്കെങ്കിലും ഈ പ്രതിസന്ധിയിൽ ക്രൂശ് നീ താങ്ങാൻ തയ്യാറായാൽ, നിന്റെ ജീവകാലം മുഴുവൻ, ഓ വിശ്വസിക്കുന്നവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ആയുസ് മുഴുവൻ, നിന്റെ തലമുറയുടെ ആയുസ് മുഴുവൻ നിന്നെ ചുമക്കുവാൻ. ഇന്ന് രാത്രി ആത്മാവിന്റെ തീവിടക്കത്തട്ടെ. ക്രൂശ് ചുമക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശോധനയിൽ കൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, ഒരല്പ ദൂരം കൂടെ. അഭിഷേകം ഒന്ന് ജ്വലിക്കട്ടെ. നാളുകളായി പറയാതിരുന്ന അന്യഭാഷ ഈ രാത്രി പറഞ്ഞു ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. ഓ, ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാ, ഒരുമിച്ച് ജയമെടുക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരും അറിയാത്ത ഒരു പരിശോധന നീ ആയിരിക്കുന്നു. അപ്രതീക്ഷിത നിമിഷത്ത് താങ്ങാൻ വയ്യാത്ത ഒരു കുരിശിന്റെ അറ്റം നിന്റെ തോളത്ത് കയറിയോ? അതിന്റെ ചുവടേ ഉള്ളു കുഞ്ഞ് നിന്റെ തോളത്ത്. ബാക്കി പ്രധാന ഭാഗമല്ല അവന്റെ തോളത്താ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നിന്റെ തോളത്ത് അതിന്റെ ചുവട് മാത്രമേ ഉള്ളൂ, ചുവട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ പ്രധാന ഭാഗമെല്ലാം അവന്റെ തോളത്താ. ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ അല്പം കൂടെ ചെന്നാൽ, ഒരല്പം കൂടെ സഹിച്ചാൽ, ദൈവം നിശ്ചയിച്ച ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്. ആ ടൈം ആകുമ്പോൾ ലോകമെല്ലാം നിന്നെ നോക്കി ഉയർത്തി മാനിക്കത്തക്ക നിലകളിൽ നിന്നെ ഉയർത്തുവാൻ ശീമോനെയും അവന്റെ ഭാര്യയെയും അവന്റെ മകൻ അലക്സാണ്ടറിനെയും രൂപോസിനെയും മാനിച്ചൊരു ദൈവം. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി ഈ പന്തലിന്റെ യേശു ഉണ്ട്. ഹല്ലേലൂയ. ഏറ്റവും വലിയ പരിശോധനയെ എന്റെ യേശു ജയിച്ചു. അർത്ഥമനാദരാജകൽക്കമനവൈഡേ ദുബലബരബ ശബ്ദരാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവകരുണയുടെ ആഴം ഈ രാത്രി അറിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വെച്ചുച്ചിറയില് കഴിഞ്ഞ ദിവസം ഒരു ശവം അടക്കി. നമ്മുടെ സഭക്കാരൊന്നുമല്ല, ന്യൂന്ത്യ ചർച്ച കൂടുകാരാ. ഞാൻ ചെന്നൊരു അനുശോചനം പറഞ്ഞ് പോരാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ അവിടെ ഇരിക്കും. പ്രിൻസിപ്പാളാണ് അടക്കേണ്ടത്. അദ്ദേഹം ആ സെൻറ്ററിൻ്റെ ചുമതല. അദ്ദേഹം വന്നിട്ട് അധ്യക്ഷനോട് പറഞ്ഞു, എനിക്കൊരു 5 മിനിറ്റ് തരാൻ പറഞ്ഞു. സമയം എടുത്തിട്ട് പറഞ്ഞു, ഈ സഭ അടക്കേണ്ടത് പാസ്റ്റർ പി സി ചെറിയാനാണ്, ഞാനല്ല. അതുകൊണ്ട് എൻ്റെ സെൻറ്ററാണ്, ഞാനാണ് അടക്കേണ്ടത്, എന്നെയാണ് വിളിച്ചേക്കുന്നതെങ്കിലും ഇദ്ദേഹം അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിൻസിപ്പാൾ തികച്ചും അപചാരിതമായിട്ട് എന്നെ അടക്കം ഏൽപ്പിച്ചു. അതിനൊരു കാരണം ദൈവാത്മാവ് ഒരു മുഖാന്തരം ഒരുക്കിയതാണ്. ഞാൻ അവിടെ എൻ്റെ ചില സാക്ഷ്യം പറഞ്ഞ് കരയുന്ന ഒരു അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ആ ശവം അടക്കി. ഈ അമ്മയും കരയുന്ന അമ്മയായിരുന്നു, എൻ്റെ അമ്മയും കരയുമായിരുന്നു. ഈ അമ്മയ്ക്ക് 5 ആൺപിള്ളേരെ, എൻ്റെ അമ്മയ്ക്കും 5 ആൺപിള്ളേരായിരുന്നു. എൻ്റെ അമ്മ കരഞ്ഞതുപോലെ ലോകത്തിലാരും ഒരു മകന് വേണ്ടി കരഞ്ഞു കാണത്തില്ല. ഇത്ര വലിയ പരീക്ഷയെ ജയിച്ച ഒരമ്മ ആ വെച്ചുച്ചറ ദേശത്ത് വേറെയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം പോലും സ്വസ്ഥത കൊടുത്തിട്ടില്ല.
എൻ്റെ അമ്മ ഒരു ദിവസം എൻ്റെ മരണത്തോടടുക്കുന്ന ശരീരത്തിൻ്റെ തലയെടുത്ത് മടി വെച്ചോണ്ട് നെഞ്ചത്തടിച്ച് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമില്ലേ? സ്വർഗം പോലും അലറി ഞെട്ടുന്ന ഒരു സ്വരത്തിൽ അമ്മ പ്രാർത്ഥിച്ച്. അതെൻ്റെ അമ്മയുടെ ലാസ്റ്റ് പ്രാർത്ഥനയായിരുന്നു എന്നെക്കുറിച്ചുള്ള. പ്രൈസ് ദി ലോർഡ്. 84 മാർച്ചിൽ അമ്മ കരഞ്ഞു. 84 ജൂലൈയിൽ കർത്താവ് എന്നെ വീണ്ടെടുത്തു. ഇന്ന് രാത്രി അമ്മാമ്മമാരും അമ്മച്ചിമാരും ഒത്തിരി ഉള്ളതുകൊണ്ട് പറയാം. ഇന്നലെ രാത്രി ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ, 2 പേരും ഡോക്ടർമാരാണ്, എൻ്റെ വീട്ടിൽ വന്ന് ഒറ്റ മകനേ ഉള്ളൂ, 17 വയസ്സ്, 11ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ടില്ല. അവൻ റൂമിനകത്ത് കയറി 24 മണിക്കൂറും മൊബൈലും കൊണ്ടിരിക്കുക. ആഹാരം മോളത്തെ നിലയെ കൊടുക്കണം. അവൻ താഴെ ഇറങ്ങി വരത്തില്ല, കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല, ആരെ അനുസരിക്കുന്നുമില്ല. കരഞ്ഞുകൊണ്ട് ഈ അപ്പനും അമ്മയും കൂടെ വീട്ടിൽ വന്നു. വളരെ ഇവിടുത്തെ ധനാഠ്യരായ കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ തലമുറ ഈ 2 വർഷത്തെ ഓൺലൈൻ പഠനത്തിനകത്ത് നിനക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവൻ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. കരയുന്നൊരമ്മ ഇവിടെ ഉണ്ടെങ്കിൽ, കരയുന്നൊരപ്പൻ ഇവിടെ ഉണ്ടെങ്കിൽ, നിൻ തലമുറയെ ഇന്ന് രാത്രി വിടുവിപ്പാൻ എൻ്റെ യേശു മതിയായവനാ. ശക്തമായ ദൈവം ആരോട് ഇടപെടുകയാണ്. പുറമേ നോക്കിയാൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തോന്നിയേക്കാം. 2 നില വീട്, ഇന്നോവ ക്രിസ്റ്റ കാറ്, അല്ലെങ്കിൽ ബെൻസിന്റെ വേറൊരു കാറ്, ഇഷ്ടം പോലെ സാലറി, അല്ലെങ്കിൽ 2 പേർക്കും നല്ല ഉദ്യോഗം, ഒറ്റ മകനേ ഉള്ളൂ. ആശ മുഴുവൻ അവൻ്റെ മേല. പക്ഷെ അവൻ കള്ളുകൂടിയനല്ല, പുകവലിക്കുന്നവനല്ല. പക്ഷെ അവൻ ഇതിനഡിക്റ്റായി പെരയ്ക്കകത്തിരിക്കുകയാ. താടിയും വളർത്തി, മുടിയും വെട്ടിക്കത്തില്ല, കുളിക്കത്തുമില്ല. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കാൻ നിൽക്കുന്ന പൈശാചിക പോര് ഈ 2ാമത്തെ രാത്രിയിൽ ആത്മാവിന് ദൂത് പറയുമ്പോൾ ദൈവാത്മാവ് അറുത്തു മാറ്റിയിട്ട് നിന്റെ തലമുറയെ വിടിവിപ്പാൻ മതിയായവനാ. വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. ദൈവത്തിന്റെ പൈതലേ, അല്ല ഏത് വിശ്വാസത്തിന്റെ പരിശോധനയിലും ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ഒരു മഹാ ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സ്നേഹം പെരുങ്കള്ളനായ, കുലപാതകനായ, ദുഷ്പ്രവർത്തിക്കാരനായ ഒരു മനുഷ്യനെ 5 മിനിറ്റ് മുമ്പ് വരെ മുഖത്ത് നോക്കി ദൂഷിച്ചൊരു മനുഷ്യനെ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ, എല്ലാവരും പറഞ്ഞേ, രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, കർത്തൃമേശ എടുത്തില്ല, സഭയെ സാക്ഷി പറഞ്ഞില്ല, ജനറൽ കൺവെൻഷന് വന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തോ ദയ. നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞവനെ ആ നിമിഷം കർത്താവിരിക്കുന്ന പർദീസയെ കൊണ്ടുപോകാൻ കഴിയുന്ന ഇത്ര മനസ്സലിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ഏത് പരീക്ഷയിലും ഏത് പരിശോധനയിലും ഇറങ്ങി വന്നു വിടുവിപ്പാൻ മതിയായവനെന്ന് ദൈവാത്മാവ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ശക്തമായി ഓർപ്പിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഏത് കൊടിയ പാപിയെയും, ലോകത്തിൽ ആർക്കും വേണ്ടാത്തവനെയും ഇന്ന് രാത്രി ചേർത്ത് പിടിച്ച് മാർവോടണച്ച് പറുദീസിലിരുത്തുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പരീക്ഷകൻ വരട്ടെ, 10 പിള്ളേർ ചാകട്ടെ, കൊടുങ്കാറ്റ് അടിക്കട്ടെ, പെര താഴെ വീണ് കത്തട്ടെ, ദേഹം പുഴു ഇറുക്കട്ടെ, സ്വന്തം മോന്റെ തലയിൽ അവനെ കത്തിക്കാനുള്ള വിറകെടുത്തു വെക്കട്ടെ, അവനെ കൊണ്ട് മല കയറട്ടെ, സ്വന്തം ചേട്ടന്മാർ ഉടുപ്പൂരി മാറ്റട്ടെ, സ്വന്തം ചേട്ടന്മാര് പൊട്ടക്കണ്ടി തട്ടട്ടെ, അവൻ ചെന്ന വീട്ടുകാരി അപവാദം പറഞ്ഞവനെ ജയിലിലാക്കട്ടെ, 13 വർഷം ജയിലിൽ കിടക്കട്ടെ. പക്ഷെ ദൈവ കൂടെ ഉണ്ടെങ്കിൽ ഏത് പരിശോധനയിലും വിശ്വസിക്കുന്നവര് മാത്രമേ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാവൂ. എത്ര വലിയ പ്രതിസന്ധി ആയാലും ആ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന
ഹല്ലേലൂയ. ആ കരമെല്ലാവരും ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി നിൽക്കുകയാ, ദൈവ മഹത്വം ഇറങ്ങി നിൽക്കുകയാ. ഞാൻ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പ്രതിസന്ധിയിൽ നിനക്ക് നിർബന്ധിക്കാൻ ഒരാളുണ്ട്. എലീശയുടെ ശിഷ്യന്മാരൊന്ന് പറഞ്ഞു, താമസിക്കുന്നിടത്ത് ഇച്ചിരി ഞെരുക്കമാണ്, യോർദാന്റെ കാട്ടിൽ പോയി 10 കമ്പ് വെട്ടിക്കൊണ്ടിന് അനുവദിക്കണം. അദ്ദേഹം പറഞ്ഞു പോയി വെട്ടിക്കൊണ്ട് വന്നു. ഇവർ പറഞ്ഞു പോകാം, പക്ഷെ നീ കൂടെ വരണം. ഒരു പ്രശ്നം അന്നേരം ഇല്ല. ഒരു പ്രശ്നം ഇല്ലാതിരിക്കുമ്പോൾ എലീശയെ നിർബന്ധിച്ചു, നീ കൂടെ വരണം. കൂടെ പോയി. കോടാലി ഊരിപ്പോന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല, പക്ഷെ കോടാലി ഊരിപ്പോയി. പക്ഷെ ഇവർക്കൊരു ധൈര്യം, കൂടെ നിർബന്ധിച്ചു കൊണ്ട് ഒരാൾ കൂടെ നിൽപ്പുണ്ട്. അവനുള്ളിടത്തോളം എത്ര ആഴത്തിൽ പോയാലും ഒരു കമ്പ് വെട്ടിയിട്ട് അത് പൊങ്ങി വരുമെന്ന് അവർക്കറിയാം. 2 ശിഷ്യന്മാർ എംബുവസിലേക്ക് പോയി. യേശുദാനും ചേർന്ന് നടന്നു. വീടിൻ്റെ പടിക്കത്തപ്പം മുൻപോട്ട് പോകുന്ന പാപം കാണിച്ച് പോകാനൊന്നുമല്ല, നിനക്ക് ഈ 2 വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും ഒരു നിർബന്ധം വരുമോന്നറിയാനാ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഈ 2 വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും ഒരു നിർബന്ധം വരുമോന്നറിയാനാ. പ്രൈസ് ദി ലോർഡ്. കടന്നു പോന്ന പാപം കാണിച്ചപ്പോ പറഞ്ഞു, സൂര്യൻ അസ്തമിക്കുന്നു, നേരം വൈകുന്നു, ഇരുട്ടായി തുടങ്ങി, ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകരുത്. ഓ പ്രൈസ് ദി ലോർഡ്. യേശു താനും നിർബന്ധിച്ചപ്പോൾ അവരോട് കൂടെ പാർക്കാൻ ചെന്നു. ആ വീട്ടിൽ കയറിയ കർത്താവ് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. അർത്ഥം എന്നാന്നറിയാമോ? അതിഥിയായി വന്നവൻ ആതിഥേയനായി. ഒരു സ്തോത്രം പറയണം. നിർബന്ധിച്ച് ഈ രാത്രി കയറ്റിയാൽ 5 അപ്പം കൊണ്ട് 5000ങ്ങളെ പോഷിപ്പിച്ചവന്റെ കയ്യിൽ നിന്റെ ആ ചെറിയ അപ്പം ഒന്ന് കയറിയാൽ മതി, നിന്റെ പ്രശ്നമെല്ലാം ഈ രാത്രി പരിഹരിക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ഹല്ലേലൂയ. കോവിഡ് വന്നാൽ ഉടനെ കൂലിപ്പണിക്ക് പോകണ്ട, കോവിഡ് വന്നാൽ ടാപ്പിങ്ങിന് പോകണ്ട, കോവിഡ് വന്നാൽ കട്ട ചുമക്കാൻ പോകണ്ട. ഏത് കോവിഡ് വന്നാലും 5 അപ്പം കൊണ്ട് 5000ങ്ങളെ പോഷിപ്പിച്ചവനെ നീ ഒന്ന് നിർബന്ധിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിൽ കയറിയിട്ട് നിന്റെ സ്ഥിതി മുഴുവൻ മാറ്റുവാൻ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ആരോടൊക്കെയോ ശക്തമായി ഇടപെടുകയാ. ഇന്ന് രാത്രി ദൈവം എന്നെ കൈവിട്ടു പോയെന്ന് നീ വിചാരിക്കരുത്. വിളിച്ചവൻ വിശ്വസ്തന, വിളിച്ചവൻ വിശ്വസ്തന, വിളിച്ചവൻ വിശ്വസ്തന, ന്യായമായി കൂലി തരുന്നവനാ. ഓ, അതിരാവിലെ വിളിച്ചവനും 3 മണിക്ക് വിളിച്ചവനും 6 മണിക്ക് വിളിച്ചവനും 9 മണിക്ക് വിളിച്ചവനും ഏറ്റവും എന്നെ പോലെ 11 മണിക്ക് വിളിച്ചവനും കൂലി കൃത്യമായി തരുന്നവനാ നിന്നെ വേലയ്ക്ക് വിളിച്ചത്. 2 വർഷത്തെ കോവിഡ് കൊണ്ട് നീ പിന്മാറി പോകരുത്. ഹോൾ അടഞ്ഞത് കൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. സ്വോത്ര കാഴ്ച നിന്നത് കൊണ്ട് നീ നിരാശപ്പെട്ടു പോകരുത്. ഈ പരീക്ഷയെ ഇന്ന് രാത്രി ജയിക്കാൻ എത്ര പേര് തയ്യാറുണ്ട്?